ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പവിത്രനാമത്തിൽ നിങ്ങളെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നീതിമാനും ദുഷ്ടന്മാരും തമ്മിലുള്ള ഒരു താരതമ്യം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവചനത്തിൽ പറയുന്നു, യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ അത് നശിച്ചു പോകും. സങ്കീർത്തനം 1:6 ഇപ്രകാരം പ്രതിപാദിച്ചിരിക്കുന്നത്. എങ്കിൽ നീതിമാൻ്റെ ഹൃദയാവസ്ഥ എങ്ങനെയെന്നും ദുഷ്ടൻ്റെ ഹൃദയാവസ്ഥ എങ്ങനെയെന്നും നോക്കാം. നീതിമാൻ ദൈവത്തെ ഭയപ്പെടുന്നു, അവൻ്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. തിരുവചനത്തിൽ പറയുന്നു, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. നീതിമാൻ എപ്പോഴും അപ്രകാരമുള്ള ഒരു ഹൃദയാവസ്ഥയിലൂടെയാണ് തൻ്റെ ജീവിതം നയിക്കുന്നത്. ദുഷ്ടൻ അങ്ങനെയല്ല, അവൻ ദൈവത്തെ അവഗണിക്കുന്നു, സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്നു. റോമാലേഖനം 1:21 പറയുന്നു, ദുഷ്ടൻ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീരുന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി എന്ന് പറയുന്നു. എങ്കിൽ അവരുടെ ജീവിത രീതി എപ്രകാരമാണ്? നീതിമാൻ്റെയും ദുഷ്ടൻ്റെയും ജീവിത രീതി. നീതിമാൻ സത്യത്തിലും വിശുദ്ധിയിലും നടക്കുന്നു. സദൃശവാക്യം 12:22 പറയുന്നു, നീതിയുടെ മാർഗത്തിൽ ജീവനുണ്ട്, അവനത് കണ്ടെത്തി അതിൽ പ്രകാരം നടക്കുന്നു. ദുഷ്ടൻ്റെ ജീവിത രീതി പാപത്തിലും അനീതിയിലും നടക്കുന്നു എന്ന് തിരുവചനം പറയുന്നു. അവൻ പാപത്തിലും അനീതിയിലും നടക്കുന്നു. സദൃശവാക്യം 4:17 പറയുന്നു, ദുഷ്ടൻ ദോഷം ചെയ്തിട്ടല്ലാതെ ഉറങ്ങുകയില്ല, വല്ലവരെയും വീഴിച്ചിട്ടല്ലാതെ അവർക്ക് ഉറക്കം വരികയുമില്ല. ദുഷ്ടതയുടെ ആഹാരം കൊണ്ട് അവർ ഉപജീവിക്കുന്നു, ബലാത്കാരത്തിൻ്റെ വീഞ്ഞ് അവർ പാനം ചെയ്യുന്നുവെന്ന്. അവർ രണ്ടുപേരുടെ ഉപദേശത്തെപ്പറ്റി നോക്കുമ്പോൾ, ഉപദേശം സ്വീകരിക്കുന്നത്, മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിക്കുന്നത് പ്രകാരമാണ്. നീതിമാൻ ശാസന കേട്ട് തിരുത്തുന്നുണ്ട്. സദൃശവാക്യം 9:9 പറയുന്നു, ജ്ഞാനിയെ പ്രബോധിപ്പിക്കുക, അവൻ്റെ ജ്ഞാനം വർദ്ധിക്കും. നീതിമാനെ ഉപദേശിക്കുക, അവൻ വിദ്യ അഭിവൃദ്ധി പ്രാപിക്കും. പക്ഷേ ദുഷ്ടൻ അങ്ങനെയല്ല, അവന് ഉപദേശത്തെ നിരസിക്കും, അവൻ ശാസന നിരസിക്കുന്നു. സദൃശവാക്യം 15:10 പറയുന്നു, സന്മാർഗം ത്യജിക്കുന്നവന് കഠിന ശിക്ഷ വരും, ശാസന വെറുക്കുന്നവൻ മരിക്കും. അതിൻ്റെ 15:12 പറയുന്നു, പരിഹാസി അല്ലെങ്കിൽ ദുഷ്ടൻ ശാസന ഇഷ്ടപ്പെടുന്നില്ല എന്ന്. ഇനിയും മറ്റുള്ളവരോടുള്ള അവരുടെ സമീപനം എങ്ങനെയാണ്? നീതിമാൻ്റെയും ദുഷ്ടൻ്റെയും മറ്റുള്ളവരോടുള്ള സമീപനം. നീതിമാൻ കരുണയും സ്നേഹവും കാണിക്കുന്നു. മീഖാപ്രവചനം പറയുന്നത് പോലെ, മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു, ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ഈ ചോദ്യം നീതിമാൻ സ്വീകരിക്കുകയും തൻ്റെ ജീവിതത്തിൽ അവ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. എന്നാൽ ദുഷ്ടൻ അങ്ങനെയല്ല, അവൻ സ്വാർത്ഥതയും ക്രൂരതയും കാണിക്കുന്നു. മറ്റുള്ളവരോട് സ്വാർത്ഥത, അവൻ്റെ സ്വന്തം കാര്യമല്ലാതെ മറ്റൊന്നിലും അവന് തൽപരതയില്ല. അവരോട് മറ്റുള്ളവരുടെ കഠിനത കാണിക്കുന്നു. സദൃശവാക്യം 21:10 പറയുന്നു, ദുഷ്ടൻ്റെ മനസ്സ് ദോഷത്തെ ആഗ്രഹിക്കുന്നു, അവന് കൂട്ടുകാരനോട് ദയ തോന്നുന്നുമില്ല. അവൻ വഞ്ചിക്കും, കൂട്ടുകാരനോട് അവൻ ദയ കാട്ടാറേയില്ല. ഇത് ദുഷ്ടൻ്റെ അവസ്ഥയാണ്. അവരുടെ ജീവിതത്തിൻ്റെ ഫലം എന്താണ്? അവരുടെ ജീവിതം കൊണ്ടുള്ള ഫലം, അവരെപ്രകാരമുള്ള ഫലമാണ് പുറപ്പെടുവിക്കുന്നതെന്ന് നോക്കാം. നീതിമാൻ
ജലധാരകൾക്കരികെ നട്ടവൃക്ഷം പോലെ ഫലവത്താണ് ആറ്റരികത്ത് നട്ടിരിക്കുന്നത്. സങ്കീർത്തനം 1:3 പറയുന്നു, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടത്തുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുമെന്ന് തിരുവചനം പറയുകയാണ്. എന്നാൽ ദുഷ്ടനെ സംബന്ധിച്ചോടും അവൻ്റെ അവസ്ഥ കാറ്റ് പറത്തിക്കളയുന്ന പതിർ പോലെ അസ്ഥിരനാണവൻ. കാറ്റ് പറത്തിക്കളയുന്ന പതിർ പോലെ അസ്ഥിരനാണവൻ. സങ്കീർത്തനം 1:4 പറയുന്നു, ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെ അത്രേ എന്ന് തിരുവചനത്തിൽ പറയുന്നു. ഇനിയും നോക്കാനുള്ളത് പ്രതിസന്ധികളിൽ അവരുടെ അവസ്ഥ എങ്ങനെയാണ്. പ്രതിസന്ധികൾ ഉണ്ടാകും, ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകും. നീതിമാനും ദുഷ്ടനും ഒക്കെ എല്ലാവർക്കും ഉണ്ടാകും പ്രതിസന്ധി. ആ പ്രതിസന്ധിയിൽ അവൻ എങ്ങനെ നിലനിൽക്കുന്നു എന്ന് നോക്കാം. നീതിമാൻ പ്രതിസന്ധിയിൽ ദൈവത്തിൽ ആശ്രയം വെച്ച് നിലനിൽക്കുന്നു. യെശയ്യാപ്രവചനം 40:31. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറക് അടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഇതാണ് നീതിമാൻ്റെ അവസ്ഥ. അവന് ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നു. എന്നാൽ ദുഷ്ടൻ അങ്ങനെയല്ല. അവൻ തകർന്നു പോകുന്നു. അവന് പ്രത്യാശ നഷ്ടപ്പെടുന്നു. പ്രതിസന്ധികളിൽ അവൻ തകർന്നു പോകും, ആകുലചിത്തനായിത്തീരുന്നു. അവൻ്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്നു. അവൻ്റെ കണക്കുകൂട്ടുകളൊക്കെയും തെറ്റുന്നു. സാദൃശ്യവാക്യം 24:16 പറയുന്നു, ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചു പോകുമെന്നുള്ളതാണ്. അല്പകാലത്തെ സമയത്തെ ചിന്തയിൽ നിന്ന് വ്യത്യസ്തരായിട്ട് ആണ് അവൻ്റെ ജീവിതം. അവൻ്റെ വരുന്നത് ന്യായവിധിയും നാശവും അവന് ഭവിക്കും. അവന് ന്യായവിധിയും നാശവും ഭവിക്കാറുണ്ട്. അതുപോണക്ക് ദുഷ്ടൻ്റെയും നീതിമാൻ്റെയും അവസാനം എങ്ങനെയാണ്, ഏകത്തിലെ ജീവിതത്തിന് ശേഷം ഉണ്ടാകുന്ന അവസ്ഥ. നീതിമാൻ നിത്യജീവനും ദൈവസന്നിധിയും പ്രാപിക്കും. നിത്യജീവനും ദൈവസന്നിധിയും പ്രാപിക്കും. മത്തായി സുവിശേഷം 25:46 പറയുന്നു, നീതിമാൻ നിത്യജീവനിലേക്ക് പോകും എന്ന്. എന്നാൽ ദുഷ്ടൻ അങ്ങനെയല്ല. അവന് ന്യായവിധിയിൽ പെട്ട് നാശത്തിൻ്റെ വക്കിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. മത്തായി സുവിശേഷം 25:46 പറയുന്നു, ദുഷ്ടർ ദണ്ഡനത്തിലേക്ക് പോകും. സങ്കീർത്തനം 1:6 പറയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകും. ഇങ്ങനെ വ്യത്യസ്തമായിട്ട് അവരുടെ ജീവിതങ്ങൾ രണ്ട് വ്യത്യസ്ത നിലയിൽ ആയിരിക്കും. നാം നീതിമാൻ്റെ മാത്രം ജീവിതത്തെപ്പറ്റി പറയുമ്പോൾ നീതിമാൻ്റെ ജീവിതം ഇപ്രകാരമാണ്. അവൻ ദൈവവചനത്തെയും ദൈവത്തെയും സ്നേഹിക്കുന്നു ആഴമായിട്ട്. അവൻ പ്രാർത്ഥനയിൽ നിലനിൽക്കുന്നു. വിശ്വാസത്തോടും അനുസരണത്തോടും കൂടെ ജീവിക്കുന്നു. മറ്റുള്ളവർക്ക് അവൻ ഒരു അനുഗ്രഹമാണ്. കരുണയുള്ളവനും ദയാതൽപരനുമാകുന്നു. സാധുക്കളോടും അനാഥരോടും വിധവകളോടും കനിവ് കാട്ടുകയും സഹായിക്കുകയും ചെയ്യും. നീതി പ്രവർത്തിക്കുകയും സത്യം മാത്രം സംസാരിക്കുകയും ചെയ്യും. ജീവിതത്തിൽ ആത്മീയ ഫലങ്ങൾ ഉണ്ടാക്കുന്നു. ഇതാണ് നീതിമാൻ. അതിനെപ്പറ്റി വർണ്ണിച്ചാൽ അനവധിയാണ്. അവൻ്റെ ജീവിതം അനുഗ്രഹകരമാണ്, സമാധാനപൂർണമാണ്. അവൻ സത്യത്തിൽ നീതിയിൽ നിലനിൽക്കുന്നവനാണ്. ദൈവത്തെ സത്യത്തിൽ ആരാധിക്കുന്നവനാണ്. അവൻ്റെ ഹൃദയത്തിൽ സന്തോഷവും ആനന്ദവുമുണ്ട്. ഇഹത്തിലെ ജീവിതത്തിൽ തന്നെ സമാധാനം അവൻ്റെ ഉള്ളങ്ങളിൽ ദൈവം നൽകിയിരിക്കുന്നു. എന്നാൽ ദുഷ്ടൻ്റെ ജീവിതത്തെപ്പറ്റി നോക്കുമ്പോൾ അവൻ ദൈവചിന്തയില്ലാത്തവനാണ്. അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയി ദൈവമില്ലെന്ന് പറയുകയും ജീവനുള്ള ദൈവത്തെ തള്ളിപ്പറയുകയും ചെയ്യുന്നതിന് അവന് യാതൊരു മടിയുമില്ല. അവൻ പാപത്തിൽ സന്തോഷം കണ്ടെത്തുന്നവനാണ്. സ്വാർത്ഥതയും അഹങ്കാരവും അവനെ നയിക്കുന്നു. സ്വാർത്ഥതയും അഹങ്കാരവും അവനെ നയിക്കുകയാണ്. മറ്റുള്ളവരെ തെറ്റായ വഴിയിലേക്ക് നയിക്കുവാൻ അവൻ ശ്രമിക്കുന്നു. അനീതി ഇഷ്ടപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. കപടതയും കാപഠ്യവും നിറഞ്ഞവനാണ്. മറ്റുള്ളവരെ നശിപ്പിക്കുന്നതിൽ തൽപരരായി കഴിയുന്നവരാണ്. സകലവിധ നികൃഷ്ടതയിലും അകൃഷ്ടനായിത്തീരുന്നവൻ. സകലവിധ നികൃഷ്ടതയിലും അകൃഷ്ടനായിത്തീരുന്നവൻ. മദ്യത്തിനും മയക്കുമരുന്നിനും മ്ലേച്ഛതയ്ക്കും അടിമയായിത്തീരുന്നവൻ. ജീവിതത്തിൽ സ്ഥിരതയും സമാധാനവും ഒട്ടും അവന് പ്രാപിപ്പാൻ സാധിക്കുകയില്ല. ജീവിതത്തിൽ എല്ലാം ഉണ്ട് എങ്കിലും
ഭൗതികമായ എല്ലാം ഉണ്ടെങ്കിലും അവൻ്റെ ഉള്ളങ്ങളിൽ സമാധാനം ഒരിക്കലുമില്ല, സ്ഥിരത ഒരിക്കലും ഉണ്ടാകുകയില്ല. തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യന് 2 വഴികൾ മാത്രമാണെന്നാണ്. ഒന്ന് നീതിയുടെ വഴി, 2 ദുഷ്ടതയുടെ വഴി. നീതിമാൻ്റെ വഴി ജീവനും അനുഗ്രഹവും നിത്യപ്രതിഫലവും നൽകുന്നു. ദുഷ്ടൻ്റെ വഴി നാശത്തിലേക്കും ന്യായവിധിയിലേക്കും നയിക്കുന്നവനെ. നീതിമാൻ്റെ പേർ എന്നും സ്മരിക്കപ്പെടും, അനുഗ്രഹിക്കപ്പെടും. ദുഷ്ടൻ്റെ പേരോ ചീഞ്ഞു പോകും. സദൃശവാക്യങ്ങൾ 10:7 പറയുന്നു, നീതിമാൻ്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത്, ദുഷ്ടന്മാരുടെ പേരോ കെട്ടുപോകും. ഇത് തിരുവചനപ്രകാരം വ്യക്തിജീവിതങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന അവസ്ഥയാണ്. ഏത് വഴിയിലാണ് നാം നടക്കുന്നതെന്ന് സ്വയം ചിന്തിക്കുക. എന്ന് കേട്ട വചനത്താൽ ഏത് വഴിയിലാണ് എൻ്റെ ജീവിതം? ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുന്ന നീതിമാൻ്റെ ജീവിതമാണോ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് ചിന്തിക്കുക. ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവം ദാനമായിട്ട് നിൽക്കുന്നു. ദൈവമുണ്ട്. നീതിമാൻ വളരെ പന പോലെ അവൻ തഴയ്ക്കുകയെങ്കിലും അവൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപൂർണമായ ജീവിതം ഉണ്ടാകും. പലരെ പറയും ദുഷ്ടൻ പന പോലെ തഴയ്ക്കുന്നു എന്ന്. പക്ഷേ അത് തഴപ്പല്ല, അവന് ഒരു വലിയ വീഴ്ചയുടെ അനുഭവത്തിലേക്ക് അവൻ പോകുമെന്നുള്ളതാണ് സത്യം. ജീവിതത്തെ യാഥാർത്ഥ്യമായി കാണുവാനും ദൈവസ്നേഹത്തിൽ ഉറ്റിരിപ്പാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായി തീരുവാനും തക്കവണ്ണം ഇടയായിത്തീരണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം ധന്യതയോടെ നയിക്കുവാൻ സാധിക്കൂ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കൂടുതൽ ആയിട്ട് തിരുവചനം ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഞാൻ യൂട്യൂബ് ചാനൽ ദ ലോർഡിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്യുക.